എനിക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. എവിടെയായിരുന്നു, എന്താ പറ്റിയത്? അത് ഒരു ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫാമിലി ഫംഗ്ഷൻ എന്തായിരുന്നു? ഇനി കല്യാണം? ബർത്ത്ഡേ ഫംഗ്ഷൻ. ബർത്ത്ഡേ ബർത്ത്ഡേ ഫംഗ്ഷൻ. എന്നിട്ട് പാട്ടൊക്കെ പാടിയോ? പാട്ടൊക്കെ പാടി. ആരുടെ ആയിരുന്നു ബർത്ത്ഡേ? അത് എന്റെ അമ്മയുടെ അനിയന്റെ. അമ്മയുടെ അമ്മാവന്റെ അങ്കിൾ. അമ്മയുടെ മാമൻ. അതായത് അമ്മാവൻ. അവന്റെ ബർത്ത്ഡേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മിസ് ചെയ്യാൻ പറ്റൂല കേട്ടോ, ഇങ്ങനെയൊക്കെ മിസ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾക്ക് അതിനേക്കാളും മിസ് ചെയ്യും. ശരിക്കും മിസ് ചെയ്തു. രണ്ട് മാമന്മാര് ഇവിടെ ഉണ്ട്, എം ജെ മാമനും മധുമാമനും. അവിടെ ഉണ്ട് കുറച്ച് മാമന്മാര്. എം ജെ അങ്കിൾ എന്തോ ഒരു മാറ്റം പോലെ. കുറച്ചുകൂടെ സുന്ദരനായിരുന്ന ഞാനും പറഞ്ഞില്ല മാറ്റം. അത് 2 ഷെഡ്യൂൾ കാണാത്തോണ്ട് എനിക്കത് കേട്ട് കേട്ട് മതിയായി. എല്ലാരും പറഞ്ഞു, എല്ലാരും പറയാം കേട്ട് മടുത്തിരിക്കാതെ. ഞങ്ങൾ ഇനി പറയുന്നില്ല മാറ്റം. ഒരു വെറൈറ്റിക്ക് വേണ്ടി അഹങ്കാരമല്ല, അഹങ്കാരമല്ല, അഹംബോധമാണ് വേണ്ടത്. എനിക്കൊരു സംശയം, ഞാൻ കോൾ ചെയ്യട്ടെ? ഹലോ, ഈസ് ഇറ്റ് 665557? യെസ്. Can I speak to Sunita Menon, please? No. Why? Why the why? I don't know. Wrong number ആണോ? Yes, it's wrong number. Hello my dear, wrong number. ലാലേട്ടന്റെ ആദ്യത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. പ്രിയൻ ചേട്ടനും ലാലേട്ടനും കൂടെ ചേരുമ്പോഴത്തേക്കും അത്തരം ബ്യൂട്ടിഫുൾ 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 സിനിമകളാണ് ഉണ്ടായിട്ട്. അതിലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് എത്ര കാലം കഴിഞ്ഞാലും. അപ്പൊ അങ്ങനെയുള്ളൊരു വൈബുള്ള പാട്ടാണ്, സ്റ്റേജിൽ തൂക്കുന്ന പാട്ടാണ്. അപ്പൊ പാടിക്കൂ. പക്ഷേ പാട്ടിനെ പറ്റി പറയൂ. ഫിലിം ഹലോ മൈ ഡിയർ റോങ് നമ്പർ, ഇയർ 1986. മ്യൂസിക് അല്ലേ? എന്താ പ്രശ്നം അവിടെ? ശരിയാണ്, വളരെ ശരിയാണ്. എന്തേ ബർത്ത്ഡേ ഒക്കെ കൂടി വന്നപ്പോഴത്തേക്കും? മ്യൂസിക് രഘുകുമാർ സർ, ലിറിസിസ്റ്റ് എസ് രമേശൻ സർ, പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മ. വെരി ഗുഡ്. എനിക്കൊരു കാര്യം പറയാം. എന്താ അത്? ഞാൻ വീട്ടിൽ പോയപ്പോ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി. അപ്പോ ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അവിടെ എന്നെ അറിയണ ആരും ഉണ്ടാവില്ല, ടോപ്പ് സിംഗർ തിരിച്ചറിയില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 2 പേരെങ്കിലും ചിലപ്പോ ഉണ്ടാവും. അങ്ങനെ ഞങ്ങള് ബെറ്റ് വെച്ചു. അങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോ 11 ഫാമിലി എന്നെ കണ്ടു. കൂട്ടിയ 44 പേര് സൂപ്പറാണല്ലോ. ടോപ്പ് സിംഗറിൽ എല്ലാവരും അന്വേഷിച്ചു, ജഡ്ജസിനെയും ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനെയും ചേച്ചീനെയും. ഓ, അങ്ങനെ അച്ഛൻ അതിവിജയകരമായി വിജയിച്ചു. അച്ഛനാണ് വിജയിച്ചെങ്കിലും ആക്ച്വലി മോളാണ് വിജയിച്ചത് അല്ലെ? അത്രയും പേര് തിരിച്ചറിയാതെ ഇങ്ങനെ ഇത്രയും നന്നായി പാട്ടൊക്കെ പാടി ദിയക്കുട്ടിക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു കാര്യല്ലേ? അപ്പൊ എന്താ പാട്ട് കേൾക്കാം? പെർഫോമൻസ് ആളെ കൂടിക്കണം. താങ്ക് യു സർ. Is it 66557? Yes. May I speak to Miss Diyarajit? No, it's wrong number. തുളുമ്പും
കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാഥേ നിന്റെ ചുടിയിൽ വിരിയും മലരിനളികൾ മധുനുകരൂ One, two, three, four. 98.75. സന്തോഷായോ? ഓ സന്തോഷായി. സന്തോഷ് ട്രോഫി ഓ ഇതെടുത്തോ. ഡബിൾ സന്തോഷ് ട്രോഫി. Oh, she's back to track. അതെ. Yes. അപ്പോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ നമ്മുടെ ദിയ കുട്ടിയാണ്. ഓക്കെ